ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ എപ്പിസോഡ്. നിങ്ങളാരെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ? സ്വർഗമോ നരകമോ കണ്ടിട്ടുണ്ടോ? അവിടെ ജീവിച്ചിട്ടുണ്ടോ? മിക്കവരും ഇല്ല എന്നാണ് പറയുക. എന്നാൽ എന്താണ് സ്വർഗം, എന്താണ് നരകം എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ഗായത്രി മന്ത്രത്തിൽ ആദ്യത്തെ വരിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓം ഭൂർ ഭുവ സ്വ. സ്വഹാന്നല്ല, ഓം ഭൂർ ഭുവ സ്വ. അതായത് ഭൂവർലോകം, ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം. ഭൂലോകം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഫിസിക്കൽ വേൾഡ്. ഫിസിക്കൽ വേൾഡാണ് ഭൂലോകം. ഭുവർലോകം, ഭുവർലോകം എന്ന് പറയുന്നത് സ്വപ്നലോകം, മെഡിറ്റേഷൻ സ്റ്റേറ്റ്. മൂന്നാമത്തത് സ്വർഗലോകം എന്ന് പറയുന്നത് അതാണ് പൂർണ്ണ സമാധി, സമാധി സ്റ്റേറ്റ്. നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ, ഭൂലോകത്തിൽ ഞാനുണ്ട്, എൻ്റെ മനസ്സുണ്ട്, എൻ്റെ ബന്ധുക്കൾ എല്ലാം എൻ്റെ സ്വത്ത്, എൻ്റെ സമ്പാദ്യം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ജോലി എല്ലാം ഫിസിക്കൽ വേൾഡിലുണ്ട്. എന്നാൽ സ്വപ്നലോകത്തിലോ, സ്വപ്നലോകത്തിൽ ആകെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഞാനുണ്ട്, എൻ്റെ മനസ്സുണ്ട്. ബാക്കി ഒന്നും സ്വപ്നലോകത്തിലില്ല. ഈ സ്വപ്നലോകം എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്ന സ്വപ്നം കാണുന്നില്ലേ, ആ സമയത്ത് നമ്മുടെ ബന്ധുക്കളോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി അതൊന്നും ഇന്നില്ല. പക്ഷേ ഞാനുണ്ട്, നമ്മളുണ്ടാകും, നമ്മുടെ മനസ്സും ഉണ്ടാകും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്ന പ്രവൃത്തികൾ, ബാക്കി ഒന്നും ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഭയാനകമായ സ്വപ്നം കാണുന്നു. അപ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നു, നമ്മൾ ചിലപ്പോൾ ഇറക്കുന്നു, പേടിക്കുന്നു. ഇതൊക്കെയാണ് സ്വപ്നലോകം. ഈ സ്വപ്നലോകമാണ് ശരിക്കു പറയുന്ന നരകം എന്ന് പറയുന്നത്. മൂന്നാമത്തത് സ്വപ്നലോകം കഴിഞ്ഞ് നമ്മൾ നല്ല സുഷുപ്തി, നല്ല ഉറക്കത്തിലോട്ട് പോകും, സമാധി സ്റ്റേറ്റ്. അവിടെ എത്തുമ്പോഴോ അവിടെ ഞാനില്ല, എൻ്റെ മനസ്സുമില്ല, ഒന്നുമില്ല. എവരിതിങ് കൂൾ ആൻഡ് കാം. അതാണ് സ്വർഗലോകം. സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാ ദിവസവും ഈ മൂന്ന് സ്റ്റേറ്റിലും ജീവിക്കുന്നുണ്ട്, ഈ മൂന്ന് നിലയിലും ജീവിക്കുന്നുണ്ട്. അതായത് ഭൂലോകത്തിലും, ഭൂർലോകത്തിലും, സ്വർഗലോകത്തിലും. ഭൂമിയിലും സ്വർഗത്തിലും നരകത്തിലും നമ്മൾ ദിവസവും ജീവിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെയാണ് എന്തോ നരകത്തിൽ പോയി കഴിഞ്ഞാൽ എണ്ണയിൽ വാർക്കുന്നോ, സ്വർഗത്തിൽ പോയി എന്തൊക്കെയോ മാലാഖമാരുണ്ടാവുമെന്നോ എന്തൊക്കെയോ ഉള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് പലരും ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത്. എന്താണ് സ്വർഗം നരകം എന്ന് തമിഴിലൊരു നല്ല കഥയുണ്ട്. അതും കൂടി ഞാനൊന്ന് വിവരിക്കാം. അതായത് ഒരാൾ ഒരു ദിവസം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്താണ് നരകം, എന്താണ് സ്വർഗം, ഒന്ന് കാണിച്ചു തരാം, അതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. ദൈവം പറഞ്ഞു, ഓക്കെ, റെഡി എന്ന് പറഞ്ഞ് ഇവരെ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവിടെ കുറേ പേരിങ്ങനെ വട്ടത്തിരിക്കുന്നുണ്ട്. സെൻട്രലിൽ വലിയൊരു വട്ടളത്തിൽ ചക്കരപ്പായസം, ചക്കര പൊങ്കൽ. തമിഴന്മാർക്ക് ചക്കര പൊങ്കൽ വളരെ ഇഷ്ടമാണ്. ചൂടുള്ള ചക്കര പൊങ്കലുണ്ട്. ദൈവം പറഞ്ഞ് അവരോട് കഴിക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ അവരൊന്നും കഴിച്ചിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ രണ്ട് കൈകളും ഒരു വടി വെച്ച് കെട്ടിയിരിക്കുകയാണ്. കൈ ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, മടക്കാൻ പറ്റില്ല, നിവൃത്തി വെക്കാനേ പറ്റുള്ളൂ. അപ്പോഴെങ്ങനെയാ കഴിക്കുക, ചക്കര പൊങ്കൽ കഴിക്കാൻ പറ്റുമോ? എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ദൈവം പറഞ്ഞ് കഴിച്ചത് ഇഷ്ടം പോലെ തരും, ഇനിയും കൊണ്ടുവരുന്നു. ആരും ഒന്ന് കഴിക്കാൻ നോക്കിയിരിക്കുകയാണ്. അടുത്ത റൂമിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചക്കരപ്പൊങ്കൽ വെച്ചിട്ടാണ് പോയ ദൈവം. അവിടെ നോക്കുമ്പോൾ ഒന്നുമില്ല, എല്ലാം കാലിയായിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണോട് എല്ലാവരും പറഞ്ഞു, കുറച്ചുകൂടി പൊങ്കൽ വേണം, കുറച്ചുകൂടി വേണം. ദൈവം തരാമെന്ന് പറഞ്ഞ് കൊടുത്തു. അവർ ഭക്ഷിച്ചു. അവരെങ്ങനെയാണ് ഭക്ഷിച്ചത്? അവരുടെ കൈയും കെട്ടിയിരിക്കുകയാണ്, അവരുടെ കൈയും അടക്കാൻ പറ്റില്ല, നിവൃത്തി വെക്കണം. പക്ഷെ അവരെന്ത് ചെയ്തു? പരസ്പരം സഹായിച്ചു. ഒരാൾ അയാളുടെ കൈ കൊണ്ട് മറ്റൊരാളുടെ വായിൽ വെച്ച് കൊടുത്തു.
അവർ ഇയാളുടെ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ പരസ്പര സഹായത്തോടു കൂടി അവർ ആ ചക്കരപ്പൊങ്കൽ കഴിച്ചു. ദൈവം പറഞ്ഞു, മകനെ, ഇതാണ് സ്വർഗലോകം. പരസ്പര വിശ്വാസത്തോടു കൂടി, പരസ്പര സ്നേഹത്തോടു കൂടി, പരസ്പര സഹായത്തോടു കൂടി ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നു. അതാണ് സ്വർഗം. മറ്റേ റൂമിൽ എന്തായി? എല്ലാം ഞാൻ ആണുള്ളൂ, മറ്റുള്ള സഹായിക്കില്ല. അവർക്ക് വേണമെങ്കിൽ സഹായിക്കാമായിരുന്നു. എനിക്ക് തിന്നാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരും തിന്നരുത്. അങ്ങനെ പറയുന്ന സ്ഥലമാണ് നരകം. ഇതാണ് ആ കഥയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.